ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ജൂൺ 2. എല്ലാവർക്കും സ്കൂളും കോളേജൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലേ? എനിക്ക് തുടങ്ങി ഗൈസ്. ഇനി എല്ലാ ദിവസവും പഠിക്കാൻ പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് 2 മണിക്കൂറത്തെ യാത്രയാണ് കോളേജിലോട്ട്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഫസ്റ്റ് പീരീഡ് തുടങ്ങിയിട്ടുണ്ടാവും. ആസ് യൂഷ്വൽ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചർ ഇറങ്ങിയപ്പോൾ ഉള്ള കുറച്ച് വിഷ്വൽസാണ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ഞാൻ ഇത്രയും ദൂരം കടന്ന് ഈ കോളേജിലോട്ട് വരുന്നത് മെയിനായിട്ട് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അറ്റൻഡൻസ്, 2 ഇവരൊക്കെ 2 പേരും കൂടി ഉണ്ട്. അവർ വന്നിട്ടില്ല. വരും വീഡിയോയിൽ അവരെ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു പിള്ളേരെ പോലെ ഒരേ കളർ ബാഗും കൊടയൊക്കെ ആയിട്ട് മെയിൻ ആവാൻ ഇറങ്ങിയിരിക്കുകയാണ് അനഘ. അത് സാധിച്ച്. അവളായിരുന്നു ഗൈസ് മെയിൻ. ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഫിദ ഫാത്തിമയുടെ വക ഇതുപോലെ തവള ഉണ്ടാക്കലും കണ്ണാടി ഉണ്ടാക്കലൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയമാകുമ്പം വീണ്ടും ഉബിനിയുടെ വക ചോറ്റുപാത്രം പുതിയത്, ഫിദ ഫാത്തിമയുടെ വക പുതിയ കറിപ്പാത്രം. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമാണ് പഴയ സാധനങ്ങളും കൊണ്ട് അവിടെ ചെന്ന് കയറിയത്. അപ്പം ഒട്ടും ചൂടില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കോളേജിൽ കൂടെ നടക്കുക. രാവിലെ ഷോൾ ചുറ്റി വന്ന ഞാൻ അത് മാറ്റാൻ കാരണവും ഈ ചൂട് തന്നെയാണ്. ഒരു പീരീഡ് പോലും ഞങ്ങൾക്കിന്ന് ബ്രേക്ക് ഇല്ലായിരുന്നു. എല്ലാ പീരീഡും ടീച്ചേഴ്സ് വന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് ഉറക്കം തൂങ്ങിയാണ് ഞങ്ങൾ ക്ലാസ്സിലിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി ഈ റെയിൽവേ ക്രോസൊക്കെ കടന്നിട്ട് വേണം ഗൈസ് ഞങ്ങൾക്ക് വെളിയിലിറങ്ങാൻ. പ്രൈവറ്റ് ബസ്സാണ് ആദ്യം കിട്ടിയത്. അവിടെ നിന്ന് പിന്നെ അനേക്ക് ഉപനിക്കൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബസ്സിൽ കയറി. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.